ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട്. കൃപാസനത്തിൻ്റെ മുഴുവൻ സംഭവങ്ങൾ, സാംസ്കാരികം, ആത്മീയം, പ്രാർത്ഥന, എല്ലാ അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു 2 കൊല്ലം എടുത്ത് പണിപ്പെട്ടിട്ട് ഒരു സുന്ദരമായ മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മൊബൈൽ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൃപാസനത്തെ കുറിക്കുന്ന എല്ലാ വിഷയങ്ങളും, അപ്പോൾ നമ്മളിപ്പോൾ കൃപാസനത്തിൻ്റെ പല സൈറ്റുകളിൽ ചെന്നിട്ട് പല ഓപ്ഷനല്ല എടുക്കുന്നത്. ലൈറ്റ് ഹാൻഡിൽ, അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി, അതുപോലെ തന്നെ കൃപാസനത്തിൻ്റെ ധ്യാനം, യൂട്യൂബ്. ഇനി മുതൽ ആപ്പുണ്ടെങ്കിൽ ആപ്പിൽ നോക്കിയാൽ എല്ലാം കിട്ടും. കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇനി കുറച്ച് കഴിയുമ്പോൾ ഉടമ്പടി എല്ലാം ബുക്കിങ്ങിലാവും. ഉടമ്പടി പുതുക്കലും ഉടമ്പടി എടുക്കലും ഒക്കെ ബുക്കിങ്ങിലാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ആപ്പാണ് ഉപയോഗിക്കേണ്ടത്. കാര്യം ബുക്ക് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ക്യൂ നിന്ന് ഇടിയുണ്ടാക്കി സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് ആ ടൈം കിട്ടും. ആ ടൈമിൽ വന്ന് അവർ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് ചെയ്താൽ മതി. അത് അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോഴല്ല, 23-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ 23-ാം തീയതി എൻ്റെ തിരുപ്പടം കിട്ടിയ ദിവസമാണ്. അത് രാവിലെ കുർബാന ഉണ്ടാകും, അത് ലൈവായിരിക്കും. നിങ്ങൾ ഓടിയാരും ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ, ലൈവായിട്ട് കണ്ടാൽ മതി. എപ്പോഴെങ്കിലും കൂടിയൊന്ന് പ്രാർത്ഥിച്ചാൽ മതി അച്ഛന് വേണ്ടി. ആ സമയത്ത് തന്നെ കൂടാൻ നിങ്ങൾക്ക് സമയം കിട്ടിയ സൗകര്യം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങോട്ട് വരരുത്. കാര്യം വെച്ചാൽ അന്ന് മാതാവിൻ്റെ ദിവസമില്ലേ, ഭയങ്കരമായ അപകടം നടക്കേണ്ടതായിരുന്നു ഇവിടെ. ആൾക്കാരിങ്ങനെ അലിവായി വരകിയതുപോലെ വന്ന് നിന്നിട്ടേ ശ്വാസം കിട്ടിയില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ വീട്ടിൽ എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പോഴും രാവിലെയുള്ള കുർബാന ഒന്ന് ഓൺലൈനായിട്ട് കൂടിയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. ഡിസംബർ 23-ാം തീയതി. താങ്ക് യു.